നമസ്കാരം. രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിലെ സൈനിക പ്രവർത്തനങ്ങൾ പലപ്പോഴും അതീവ ദുഷ്കരമാണ്. ഭൂപ്രകൃതി, പ്രതികൂല കാലാവസ്ഥ തുടങ്ങിയ പല കാര്യങ്ങൾ സൈനിക ദൗത്യങ്ങൾക്ക് വെല്ലുവിളിയാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരിടമാണ് അരുണാചൽ പ്രദേശിലെ കാമെങ് സെക്ടർ. ചൈന അതിർത്തിക്ക് സമീപമുള്ള ഈ തന്ത്രപ്രധാന പ്രദേശത്തെ അതിതീവ്ര കാലാവസ്ഥയും ഭൂപ്രകൃതിയും സൈനികർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. അതിനാൽ തന്നെ അവിടെ സേവനമനുഷ്ഠിക്കുന്ന സൈനികരുടെ ദൗത്യ നിർവഹണം പ്രയാസമേറിയതാണ്. കാമെങ് ഹിമാലയത്തിലെ വിശാലമായ പാറക്കെട്ടുകളും വൻ കുന്നുകളും അടങ്ങുന്ന പരിക്കൻ ഭൂപ്രകൃതിയും 0-ൽ താഴെയുള്ള താപനില, തുടരെയുള്ള മഞ്ഞുവീഴ്ച, പൊടുന്നനെയുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ, വെളിച്ചമില്ലാത്ത വൈറ്റ് ഔട്ട് സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു. കനത്ത മഞ്ഞുവീഴ്ചയിൽ ഫോർവേഡ് പോസ്റ്റുകൾ ദിവസങ്ങളോളം വിച്ഛേദിക്കപ്പെടും. ഇവിടേക്കുള്ള ഗതാഗതവും ഒട്ടും സുഗമമല്ല. സൈനികർക്ക് ആവശ്യമായ വിവിധ അവശ്യ സാധനങ്ങൾ, ആയുധങ്ങൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ തടസ്സമില്ലാതെ എത്തിക്കുക എന്നത് പ്രധാന വെല്ലുവിളിയാണ്. ഇപ്പോഴിതാ കാമെങ് സെക്ടറിലെ രൂക്ഷമായ ഗതാഗത പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമേകുന്ന ഒരു പൊതു സംവിധാനം വികസിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സേനയിലെ ഗജരാജ് കോഴ്സിലെ എഞ്ചിനീയർമാർ. ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് മോണോ റെയിലാണ് ഇവർ ഈ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. തികച്ചും തദ്ദേശീയമായി വികസിപ്പിച്ച ഈ മോണോ റെയിൽ സിസ്റ്റം കാമെങ് ഹിമാലയത്തിൽ 16,000 അടി ഉയരത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു യാത്രയിൽ ഏകദേശം 300 കിലോ വരെ ചരക്ക് കയറ്റാൻ കഴിയുന്ന ഈ സിസ്റ്റം 24 മണിക്കൂറും പകലെന്ന പോലെ രാത്രിയിലും പ്രവർത്തനയോഗ്യമാണ്. അതുപോലെ തന്നെ കഠിന ശൈത്യം, മഞ്ഞുവീഴ്ച, കാറ്റ് തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്യാനാകും വിധമാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മനുഷ്യ സഹായമില്ലാതെ വലിയ കുന്നുകൾ വരെ മറികടക്കാനുള്ള ശേഷിയും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് മോണോ റെയിലിന്റെ പ്രത്യേകതയാണ്. ശത്രു നിരീക്ഷണത്തിൽ അകപ്പെടാതിരിക്കും വിധമുള്ള സുരക്ഷിത റൂട്ടുകളാണ് ഇതിനായി വിനിയോഗപ്പെടുത്തുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മോണോ റെയിൽ സിസ്റ്റം മഞ്ഞുവീഴ്ച, കൊടുങ്കാറ്റ്, വൈറ്റ് ഔട്ട് സാഹചര്യങ്ങൾ എന്നിവയെ പ്രതിരോധിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധാനമാണ്. ഇതിലൂടെ സൈനികർക്ക് അവശ്യ സാധനങ്ങൾ, ഇന്ധനം, സൈനിക ആവശ്യങ്ങൾക്കായുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും അടക്കം കൂടുതൽ ഭാരമുള്ള ലോഡുകൾ എത്തിക്കാനാകും. നിർണായക സാധനങ്ങൾ കാലതാമസമില്ലാതെ സൈനികർക്ക് എത്തുമെന്ന് ഉറപ്പാക്കുന്ന ഈ സംവിധാനം കാമെങ് സെക്ടറിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് വലിയൊരു ആശ്വാസമായി തീരും. പ്രതിരോധ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സൈനികർ ഇക്കാലമത്രയും ചരക്ക് നീക്കത്തിനായി കോവർ കഴുതകൾ, ചുമട്ടുതൊഴിലാളികൾ എന്നിവരെയെല്ലാം ആശ്രയിച്ച് മണിക്കൂറുകളോളം നടത്തിയിരുന്ന കാൽനട യാത്രയ്ക്കാണ് പുതിയ സംവിധാനത്തിന്റെ വരവോടെ അവസാനമായിരിക്കുന്നത്. പലപ്പോഴും ജീവൻ പോലും പണയപ്പെടുത്തിയാണ് സൈനികർ ഈ മേഖലയിലേക്ക് എത്തി പ്രവർത്തിച്ചു വന്നിരുന്നത്. സദാസമയവും മഞ്ഞു മൂടിക്കിടക്കുന്ന ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് പരിക്കേറ്റ സൈനികരെ വൈദ്യസഹായത്തിനായും മറ്റും പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നതും വളരെ പ്രതിബന്ധങ്ങൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പുതിയ മോണോ റെയിൽ ലോജിസ്റ്റിക് ആവശ്യങ്ങൾക്ക് എന്ന പോലെ തന്നെ ഇത്തരം അടിയന്തര ഘട്ടങ്ങളിലും പ്രയോജനപ്പെടുത്താനാകും. അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകൾക്ക് സുരക്ഷിതമായി ഇറങ്ങാനോ പറക്കാനോ കഴിയാനാവാത്തതും മനുഷ്യർക്ക് നേരിട്ട് ചെന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തതുമായ അപകട സാഹചര്യങ്ങളിൽ പരിക്കേറ്റവരെ മാറ്റുന്നതിനും മറ്റും ഈ പുതിയ സംവിധാനം ഏറെ കാര്യക്ഷമമായും സുരക്ഷിതമായും വിനിയോഗിക്കാനാകും. ഇത്തരമൊരു സംവിധാനം തദ്ദേശീയമായി വികസിപ്പിച്ച് യാഥാർത്ഥ്യമാക്കിയതിലൂടെ ഇന്ത്യൻ സേനയുടെ എഞ്ചിനീയറിംഗ് മികവാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. വെല്ലുവിളി നിറഞ്ഞ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണയേകുന്നത് മുൻനിർത്തി സാധ്യമാക്കിയിരിക്കുന്ന ഈ സംവിധാനം കാമെങ് സെക്ടറിനെ കൂടാതെ മറ്റ് ദുർഘട അതിർത്തി പ്രദേശങ്ങളിലും വിന്യസിക്കാനാകും. ഇത്തരത്തിൽ സൈനിക ദൗത്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന പാരിസ്ഥിതിക ഘടകങ്ങളെ മറികടക്കുന്നതിനായി സൈന്യം നടത്തിവരുന്ന തുടർച്ചയായ ശ്രമങ്ങൾക്കാണ് ഈ വികസനം അടിവരയിടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.